കേരളത്തിലെ വിദ്യാഭ്യാസ നയം നൂറ്റാണ്ടുകളായിട്ട് ഉള്ള ഈ നിയമങ്ങൾ, ഈ വ്യവസ്ഥകൾ തിരുത്തി എഴുതേണ്ട സമയം അതിക്രമിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. ഈ പേമാരിയിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ നിങ്ങൾ സ്കൂളിൽ വിടുവോ? ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് ഈ മാസങ്ങളിൽ ഇതുപോലെ ശക്തമായ മഴയും കാറ്റും വെള്ളപ്പൊക്കവുമുള്ള സമയത്ത് നിങ്ങളുടെ കുഞ്ഞുങ്ങളെ നിങ്ങൾ വീട്ടിൽ വിടുവോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. ഇതിനൊരു മാറ്റമുണ്ടാകണം. ഏപ്രിൽ, മെയ് മാസങ്ങളിൽ കുഞ്ഞുങ്ങൾക്ക് പഠിത്തം വെച്ചോണ്ട് ജൂൺ, ജൂലൈ അവധി പ്രഖ്യാപിക്കണം. ഇത് സ്കൂൾ തുറന്നാൽ എന്നും റെഡ് അലേർട്ടും ഓറഞ്ച് അലേർട്ടും പറഞ്ഞ് അവരെ വീട്ടിലിരുത്തുകയും ഭീമമായ ശമ്പളം മേടിക്കുന്ന സാറന്മാരും വീട്ടിലിരുന്നു. അതിനുമുപരി നമ്മുടെ കുഞ്ഞുങ്ങളുടെ ജീവൻ്റെ വില, ഇന്ന് ഒരു വീട്ടിൽ 1-2 കുഞ്ഞുങ്ങളെ ഉള്ളൂ. അവർക്കെന്തെങ്കിലും ജീവഹാനി സംഭവിച്ചാൽ ഈ സർക്കാർ സമാധാനം പറയുമോ? അതുകൊണ്ട് നമ്മുടെ സ്കൂൾ നിയമങ്ങൾ അതിൻ്റെ വകുപ്പ് മന്ത്രി ഇറങ്ങിപ്പോകുന്നതിന് മുമ്പ് തന്നെ ഇതിനൊരു പുതിയ ടൈം ടേബിൾ ഉണ്ടാക്കണം. ഈ 2 മാസം തീർത്തും സ്കൂൾ തലത്തിൽ അവധി പ്രഖ്യാപിക്കണം. മെയ്, ഏപ്രിൽ മാസങ്ങളിൽ സ്കൂൾ തുറന്ന് പ്രവർത്തിക്കണം. നൂറ്റാണ്ടുകളായിട്ടുള്ള ഈ പഴഞ്ചൻ സംസ്കാരം കേരളത്തിലെ കാലാവസ്ഥ അറിയാവുന്ന അതിൻ്റെ വകുപ്പ് തലത്തിലിരിക്കുന്നവർ, അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് നല്ലവണ്ണം അറിയാവുന്ന ആൾക്കാർ വരും ദിവസങ്ങൾ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുകയും ഇതിന് വലിയൊരു മാറ്റം സംഭവിക്കുകയും ചെയ്യണം. നോക്കിക്കേ, ഓരോ വർഷം ചെല്ലും തോറും നമ്മുടെ പ്രകൃതി മാറിക്കൊണ്ടിരിക്കുകയാണ്. മഴയുടെ അളവ് കൂടുന്നു, ചൂടിൻ്റെ അളവ് കൂടുന്നു. അങ്ങനെ വ്യത്യാസങ്ങൾ സംഭവിക്കുമ്പോൾ പ്രകൃതിയെ അറിഞ്ഞ് നമ്മൾ കൈകാര്യം ചെയ്യേണ്ടതായിരിക്കുന്നു. ഈ വീഡിയോ വിദ്യാഭ്യാസ മന്ത്രിയുടെ കയ്യിൽ എത്തുവോളം, അല്ലെങ്കിൽ ആ മേഖലയിലുള്ളവരുടെ കയ്യിൽ എത്തുവോളം നിങ്ങൾ ഷെയർ ചെയ്യുക.